മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ qkerala.com. സിസ്റ്റിക് ട്യൂമർ ഒരു സിംറ്റംസും ഉണ്ടായിരുന്നില്ല. She was 17. Part of me died with her. നടന്നതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കുറേ കാലം ഡിപ്രഷനിലായിരുന്നു. ആരൊക്കെയോ പറഞ്ഞു എല്ലാം ദൈവനിശ്ചയമാണെന്ന്. ഞാനും വിശ്വസിച്ചു. നത്തിങ് എൽസ് മേഡ് സെൻസ്. ഐ മൂവ്ഡ് ഓൺ. വീട് മാറി, റിലേറ്റീവ്സിനെ ടോട്ടലി അവോയ്ഡ് ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് കറങ്ങാറുള്ള സ്ഥലങ്ങൾ പോലും. ഞാൻ അവളെ മറന്നു കംപ്ലീറ്റ് ആയിട്ട്, തന്നെ കാണുന്നത് വരെ. I'm sorry. ഡോണ്ട് ബി. കുറേ കാലമായിട്ട് ഉള്ളിൽ കൊണ്ട് നടന്ന ഐ ഫീൽ റിലീവ്ഡ്. ഇനി എന്താ മാഷെ, ജീവന്റെ വിലയെക്കുറിച്ചൊരു ലെക്ചറും ആ പേപ്പേഴ്സിൽ ഒപ്പിടാനുള്ള അഡ്വൈസും അല്ലേ? നോ, എനിക്ക് നിങ്ങളുടെ ഒപ്പൊന്നും വേണ്ട. മായ പറഞ്ഞത് ശരി. ലൈഫിൽ ലോജിക്കിന് ഒരു സ്ഥാനവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ദൈവം തനിക്കൊക്കെ ഒരു സെക്കൻഡ് ചാൻസ് തരുമോ? ജീവിതം മതിയാക്കിയ ഒരു പെണ്ണ്. പക്ഷെ ശ്രുതി, അവൾക്ക് ജീവിച്ച കൊതി തീർന്നിട്ടില്ലായിരുന്നു. ടീച്ചറാവണം, പെയിൻറ് ചെയ്യണം, അങ്ങനെ ഒരു 100 കൂട്ടം സ്വപ്നങ്ങളുണ്ടായിരുന്നു അവൾക്ക്. കൊടുത്തില്ല ഒരു സെക്കൻഡ് ചാൻസ്. കൊടുത്തതോ ഗുഡ് നൈറ്റ്. ബൈ. ബൈ.
പറഞ്ഞ തുകയുണ്ട്. ഇതുകൊണ്ട് മാത്രമായില്ല, ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ എന്തെങ്കിലും ലക്ഷ്യം വേണം, സ്വപ്നം വേണം. ലിവ് ലൈഫ് ടു ഇറ്റ്സ് ഫുള്ളസ്റ്റ്. ഐ വിൽ. പോവാം. ആ ശരി. പപ്പ ഒരു മിനിറ്റ്. വണ്ടി ഇടറേ. ഞാൻ വീട്ടിലോട്ട് വരാം. ഓ ആയിക്കോട്ടെ. ഓക്കെ. മാഷെ, താങ്ക് യു. നമ്മൾ ഇനിയും കാണില്ലേ? ബൈ. ചായ. നീ എന്താ മോനെ ഇന്നലെ ലേറ്റ് ആയോ? ഓ ഒന്നും പറയണ്ട, ഒരു ക്ലയന്റുമായിട്ട് കുറച്ച് അധികം നേരം സംസാരിക്കേണ്ടി വന്നു. വൈകിയതറിഞ്ഞില്ലേ? ചായ നിനക്കല്ല, എനിക്കല്ലേ. അതെ, ഒരു വീടാകുമ്പോ കുറച്ച് ചിട്ടകളൊക്കെ വേണം. ഇത് നിനക്ക് തോന്നുമ്പോ വരാ, തോന്നുമ്പോ പോവാ. ബാക്കിയുള്ളവരുടെ സമയത്തിനൊന്നും ഒരു വിലയില്ല, അല്ലേ? പിന്നല്ലാതെ. ആദ്യം നീ പോയി പല്ല് തേക്ക്. ഓ അതൊക്കെ ഓരോ അന്ധവിശ്വാസമല്ലേ എന്റെ ഉമാദേവി അമ്മ. അതെ, കുഞ്ഞിനെ അപ്പുറത്തൊരാൾ അന്വേഷിക്കണ്ടായിരുന്നു. ഹലോ. ഇന്നലെ 2 മണിക്കൂർ ഏട്ടനെ കാത്ത് കോളേജിന്റെ മുന്നിൽ നിന്നത്. ഹാ, നീ വയലന്റ് ആവല്ലേ. ജ്യേഷ്ഠൻ നിനക്കൊരു ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഐഫോൺ വാങ്ങി തരണമെങ്കിൽ കാര്യമായിട്ട് എന്തോ തടഞ്ഞിട്ടുണ്ടല്ലോ. പാറ വക്കീൽ സാറേ. ഒരു കേസ് കോംപ്രമൈസ് ആക്കി വിട്ടു. എതിർകക്ഷി നല്ല വിളഞ്ഞ വിത്തായിരുന്നു. പഠിച്ച പണി 18 നോക്കിയിട്ട് ഏറ്റില്ല. എന്നിട്ടെന്താ, ഞാൻ നല്ലൊരു അസല് സെൻറ്റി കഥ ഇങ്ങ് തട്ടിവിട്ടു. പിന്നെ സംഗതി കുറച്ച് ടച്ചിങ് ആക്കാൻ വേണ്ടിയിട്ട് കഥയിൽ ഞാൻ മോളെ ചെറുതായിട്ട് ഒന്ന് കൊന്നു. ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. എന്നിട്ട് സംഗതി ഏറ്റോ? പിന്നെ അല്ലാതെ, അവളെ മൂക്കും കുത്തി വീണു.